ഒരു കണ്ടക്ടറിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. കണ്ടക്ടറിന് പകരം നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡൈഇലക്ട്രിക്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡൈഇലക്ട്രിക്. അതിനുവേണ്ടി ഞാനൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ഔട്ട്സൈഡ് എന്ന് എഴുതി അതിൻ്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൽ, അതായത് പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ഇടയിലുള്ള ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ വെച്ചിരിക്കുന്നു. ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ചാർജുകളെ കടത്തിവിടാത്ത സബ്സ്റ്റൻസുകളാണ്, ഇലക്ട്രിക് കറൻറ്റിനെ കടത്തിവിടാത്ത സബ്സ്റ്റൻസുകളാണ് ആര്? ഇൻസുലേറ്റേഴ്സ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽസും ആരെ കടത്തിവിടുന്നില്ല? ഇലക്ട്രിക് ചാർജുകളെ കടത്തിവിടുന്നില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിനെ കടത്തിവിടുന്നില്ല. പക്ഷെ ചെറിയൊരു വ്യത്യാസമുള്ളത്, ഡൈഇലക്ട്രിക് മെറ്റീരിയലിന് ആരെ കടത്തിവിടാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാൻ പറ്റും. അങ്ങനെയെങ്കിൽ ചാർജുകൾ, ഇലക്ട്രിക് ചാർജുകളെ കടത്തിവിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫ്രീ ചാർജസുകളുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഫ്രീ ചാർജസിൻ്റെ എണ്ണം വളരെയധികം കുറവായിരിക്കും. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൻ്റെ പ്രസൻസ് കാരണം ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഉള്ള കുറച്ച് നെഗറ്റീവ് ചാർജസ്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ അടുത്ത് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഡൈഇലക്ട്രിക് മെറ്റീരിയലും ഈ പ്ലേറ്റും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. പോസിറ്റീവ് ചാർജിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ പ്രസൻസ് കാരണം ഡൈഇലക്ട്രിക് മെറ്റീരിയലുള്ള കുറച്ച് ചാർജുകൾ, കുറച്ച് നെഗറ്റീവ് ചാർജുകൾ വന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ പ്രസൻസ് കാരണം ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പോസിറ്റീവ് ചാർജുകൾ ആ സൈഡിലേക്ക്, നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ഇരിക്കുന്ന ആ സൈഡിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ആ ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഞാൻ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഞാൻ ഈ സഫിക്സ് IN, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജുകളിൽ നിന്ന് ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് ചാർജുകളിലേക്ക്. അതായത് ഈ ഔട്ട്സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഇൻസൈഡ്. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ റൈറ്റ് സൈഡിലേക്കും ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ലെഫ്റ്റിലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വളരെയധികം കുറവാണ്. കാരണം ഒരുപാട് ചാർജുകളൊന്നും രണ്ട് സൈഡിലും വന്ന് അക്യുമുലേറ്റ് ചെയ്യില്ല. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്രീ ചാർജുകളുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ? ഞാൻ അതിനെ ER എന്നാണ് എഴുതിയിരിക്കുന്നത്. റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് EO, രണ്ടാമത്തെ EIN ഓർ EIN. രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളെയും തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷേ EO ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് റൈറ്റ് സൈഡിലേക്കും EIN ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. അതുകൊണ്ട് നമ്മളവിടെ എന്തിട്ട് കൊടുക്കേണ്ടി വരും? ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കേണ്ടി വരും. ആർക്ക്? ഈ ഇൻസൈഡിന്. കാരണം അത് ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് എ ഡൈഇലക്ട്രിക് ഓർ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി inside a dielectric material will be ER is equal to EO minus EIN. ശ്രദ്ധിക്കേണ്ട കാര്യം, EO എന്ന് പറയുന്നത് പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്, EIN എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും കുറവായിരിക്കും.
ദാറ്റ് ഈസ് ഇ ഇൻ ഈസ് ലെസ് ദാൻ ഇഒ. ഇനി റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിൽ വലുതാരാണ്? ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡാണ് വലുത്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒന്ന് തന്നെയായിരിക്കും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് പോവുക ആരുടെ ഡയറക്ഷനിലാണ്? ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇ ആറിൻ്റെ വലതുഭാഗത്ത് എലോങ് ഇ ഒ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇ ഒയിൽ നിന്ന് ഈ ഇൻസൈഡ് കുറച്ചതാണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പുറമെയുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു. ഇവിടെ ഡയലക്ട്രിക് മെറ്റീരിയലാണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷേ പുറമെയുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കുറവ് ഇലക്ട്രിക് ഫീൽഡാണ് ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളിലുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റിൻ്റെ കീഴിൽ പറയാനുള്ളത്. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ഇഒ മൈനസ് ഇ എൻ ആണ്. ഇപ്പോൾ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവായിരിക്കും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡും പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയേക്കാളും കുറവായിരിക്കും. ഇനി 2 പോയിന്റുകൾ കൂടിയുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, പോളാർ ഡയലക്ട്രിക്സ് മേഡ് ഓഫ് പോളാർ മോളിക്യൂൾസ്. അവസാനത്തെ പോയിന്റ്, നോൺ പോളാർ ഡയലക്ട്രിക്സ് മേഡ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്. എന്താണ് പോളാർ മോളിക്യൂൾസ്, എന്താണ് നോൺ പോളാർ മോളിക്യൂൾസ് എന്നതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്. ഒരു ഡയലക്ട്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് പോളാർ മോളിക്യൂൾസ് കൊണ്ടാണെങ്കിൽ അത്തരത്തിലുള്ള ഡയലക്ട്രിക്സിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഡയലക്ട്രിക്സ്. ഇനി ആ ഡയലക്ട്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടാണെങ്കിലോ അത്തരത്തിലുള്ള ഡയലക്ട്രിക്സിന് വിളിക്കുന്ന പേരാണ് നോൺ പോളാർ ഡയലക്ട്രിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡയലക്ട്രിക്.